വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ സാധാരണ ബുക്ക് റിവ്യൂസും റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുമാണ് ചെയ്യുക. ഇന്ന് നമ്മളൊരു പർട്ടിക്കുലർ ബുക്കിൻ്റെ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പല തരത്തിലുള്ള എഴുത്തുകാരെ കണ്ടിട്ടുണ്ട്. ചിലർ മെമോയ്സ് എഴുതുന്നവരായിരിക്കും, ചിലർ നോവൽ എഴുതുന്നവരായിരിക്കും, കവിത, അങ്ങനെ പല രീതിയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് പക്ഷേ പല രീതിയിൽ സ്റ്റക്കായിട്ടുള്ള പല കൺഫ്യൂഷൻസുള്ള പലതരം ആൾക്കാർ എന്നും നമ്മൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷൻസും ഡൗട്ട്സും നമുക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് നന്നായിരിക്കും എന്ന്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു അസ്പയറിങ് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരനാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പുതിയ റൈറ്റർ എന്ന നിലയിൽ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനും ഒരു ക്രിറ്റിസിസവുമാണ് നമ്മളുടെ പുസ്തകത്തിൻ്റെ വായനാ നിലവാരം, എഴുത്തിൻ്റെ നിലവാരം എന്താണെന്നുള്ളത്. നമ്മുടെ പുസ്തകം ഈ ഒരു സ്കെയിലിൽ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളതൊക്കെ ആലോചിച്ച് ബോദർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പുസ്തകം എന്തുകൊണ്ടാണ് ട്രെൻഡിങ്ങിൽ വരാത്തത്, കൂടുതൽ ആൾക്കാർ വായിക്കാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ ഇത്രയും ആൾക്കാരുടെ അടുത്തേക്ക് എത്തണം, പക്ഷേ ഇത് ഇത്ര എത്തുന്നുള്ളൂ, എന്തുകൊണ്ടത് എത്തുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങളുടെ പുസ്തകത്തിലൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ വൈ എന്താണ്? അതായത് ഞാൻ എഴുതിയ എൻ്റെ നോവൽ, ആദ്യത്തെ നോവൽ എൻ്റെ തന്നെ കഥയാണ്. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ കഥ പറയുന്നതിലുള്ളൊരു കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അതൊരു നിസ്സാര കഥയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല, എഴുതുമ്പോഴും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതിയത്? നിങ്ങൾ കവിതയാണോ എഴുതിയത്, അല്ലെങ്കിൽ എഴുതുന്നത് കഥയാണോ എഴുതുന്നത്, അല്ലെങ്കിൽ പാർട്ടായിട്ടുള്ള എന്തെങ്കിലും വലിയ തീം, ഇപ്പം ഈ യൂണിവേഴ്സിലെ കഥകളൊക്കെ ഇല്ലേ, ജഹന്ന അല്ലെങ്കിൽ കാന്തമലചരിതം പോലെയുള്ള അതുപോലുള്ളൊരു പുസ്തകമാണോ നിങ്ങൾ എഴുതുന്നത്? നോവലാണോ എഴുതുന്നത്? സ്വന്തം ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു കഥയാണോ? പ്രണയ കഥയാണോ? അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇതിലെവിടെയാണ് നിങ്ങളുടെ ഒരു വൈ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാനുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ എഴുതിയതിന് അല്ലെങ്കിൽ എഴുതാൻ പോകുന്നതിന് ഒരു പോസിബിൾ ഓഡിയൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ എഴുതാൻ പോകുന്നൊരു സംഗതിക്ക് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പ്രണയം എഴുതിയ ഒരു പക്ഷേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല പല കണ്ടീഷൻസ് ഇല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ എഴുതി? ഇതൊന്നും നോക്കിയിട്ടൊന്നും എഴുതാനൊന്നും പറ്റില്ല. നമുക്കിഷ്ടമുള്ളതോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതോ നമുക്ക് തലയിൽ വരുന്നതൊക്കെ ആയിട്ടില്ലായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനൊക്കെ തോന്നാറുണ്ടോ? അതായത് ചില ആളുകൾ പറയില്ലേ, അത് പുതിയ ബുക്ക് വലിയ രസമൊന്നുമില്ല, അതിനകത്തൊന്നും വായിക്കാനില്ല എന്നൊക്കെ, അല്ലെങ്കിൽ പുതിയ എഴുത്തുകാരുടെ പുസ്തകത്തിലൊന്നും ഇല്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ പൊതുവെയൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്നൊക്കെ. പൊതുവെ കുറേ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേണിലോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് അങ്ങനെ പറയുന്നത്. അപ്പം നാച്ചുറലി നമുക്ക് തോന്നാൻ സാധ്യതയുള്ളത് ഇത് കൊള്ളില്ലേ എന്നാണ്. ഒരു പുതിയ എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും തോന്നാൻ സാധ്യതയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് പോരെ എന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നല്ല ഏരിയാസ്, നമുക്കിതെങ്ങനെ നമ്മുടെ അടുത്ത റൈറ്റിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാം. 2, നമ്മൾ പറഞ്ഞ സംഗതി കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ലേ, അതുകൊണ്ടാണോ നമ്മൾ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടും എടുക്കാതെ ഇരിക്കുക. നമ്മുടെ നിലവിലുള്ളൊരു ലിറ്ററേച്ചർ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിന് അവരൊരു സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ കയറി പറ്റുന്നതാണോ, അതോ ഇങ്ങനെയൊന്നും അല്ലാതെ നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വായന സ്റ്റാൻഡേർഡാണോ നമ്മുടേത്? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ആളുകൾ വായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ പ്രായത്തിനും നിങ്ങളുടെ ജീവിതത്തിനും അനുസരിച്ചിട്ട് എന്തായാലും മാറ്റങ്ങൾ റൈറ്റിങ്ങിൽ വരും, ഉറപ്പായിട്ടും വരും. അതർവൈസ് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം, പക്ഷേ ആരെങ്കിലും വന്ന് പറയുന്നതോ കൊള്ളില്ല എന്നോ കൊള്ളാം എന്നോ പറയുന്നതോ അല്ല നമ്മുടെ വാല്യൂ. നമ്മുടെ പുസ്തകം നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് എഴുതുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. നമ്മളതിന് കൊടുക്കുന്ന വാല്യൂ അതാണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് വൈ യു വോണ്ട് ടു പബ്ലിഷ് എ ബുക്ക്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് എന്താ അതിനകത്ത് കൂടി പറയാനുള്ളത്? നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ ഔട്ട്പുട്ടാണോ, അതോ നിങ്ങൾക്കൊരു ഓഥറായി നിങ്ങളെ അറിയപ്പെടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പുസ്തകം കൂടുതൽ വായിക്കപ്പെടാനാണോ? എന്താണ് നിങ്ങളെ ടിക്ക് ഓഫുകൾ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ എങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സെൽഫ് പബ്ലിഷിംഗ് ആണോ ചെയ്യേണ്ടത്, ട്രഡീഷണലി പബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണോ നിങ്ങൾ പോകേണ്ടത്? നിങ്ങളുടെ ഒരു നീഡ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ എവിടെ ലാൻഡ് ചെയ്യണം എന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ട്, സെൽഫ് പബ്ലിഷിങ്ങിൻ്റെയും ട്രഡീഷണൽ പബ്ലിഷിങ്ങിൻ്റെയും ഒരു മിക്സ്, ഒരു ഹൈബ്രിഡ് പബ്ലിഷിംഗ് ഉണ്ട്. അതാണോ നമുക്ക് വേണ്ടത്? നമുക്ക് എന്തോ വേണ്ടതെന്ന്, നമുക്ക് ഏത് ഔട്ട്പുട്ടാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് ചൂസ് ചെയ്യുക. നിങ്ങൾ പുതുതായിട്ട് എഴുതുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ മാനുസ്ക്രിപ്റ്റ് വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്ത് അത് കറക്ഷൻസ് ഒക്കെ വരുത്തി എഡിറ്റ് ചെയ്ത് പ്രൂഫ് കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രിൻ്റ് റെഡി ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എസ്പെഷ്യലി അതിനകത്ത് പറയാനുള്ളത്, പ്രൊഫഷണൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ, അങ്ങനത്തെ സംഗതികളൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒഴിവായി കിട്ടും. കുറച്ചുകൂടി പ്രൊഫഷണലി അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തു തരും.
നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ മറന്നുവെച്ച ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വായനാ ക്രൗഡ് ഏകദേശം 18-നും ഒരു 40 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ്. 40-ന് മുകളിൽ കുറച്ച് ക്രൗഡ് എനിക്കുണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പം നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റ് കൂടുതൽ റിലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്നത് ഏത് ജെൻഡറിൽ, ഏത് പ്രായത്തിൽ, ഏത് ടൈപ്പ് ആളുകൾക്കാണെന്ന് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും. കവർ നന്നായി മാറ്റർ ചെയ്യും. എപ്പോഴും പറയും കവർ മാത്രമേ ഉള്ളൂ, അതിനകത്ത് കണ്ടൻറ് ഒന്നും ഇല്ലയെന്ന്. അത് നിങ്ങളുടെ കണ്ടൻറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു തന്നത് കണ്ടൻറ് നല്ലതായിട്ടും കവർ മോശമായി പോയതിൻ്റെ പേരിൽ പിക്ക് ചെയ്യപ്പെടാതെ പോയ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. കവർ വളരെ കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നാത്ത പോലെ ഈ പറയുന്ന മാതിരി തീമുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പ്രൊഫഷണലിയൊക്കെ ചെയ്തതായിരിക്കാം. കവർ ഡിസൈനിങ്ങിനെ മോശമായിട്ട് പറയുകയല്ല, എന്നാലും ഒരു വായനക്കാരനെ കൊണ്ട് എടുപ്പിക്കാൻ തോന്നുന്ന എന്തെങ്കിലും നമ്മുടെ കവറിൽ വേണം. കുറച്ചും കൂടി ഒന്നും കൂടി ചില സ്ഥലത്ത് കൂടി നമ്മൾ പോകും, ബുക്ക് കാണുമ്പോൾ നമ്മൾ നോക്കും ഇത് ഏതാ പുസ്തകം, ഇതിൻ്റെ കവർ കണ്ടിട്ട് നമ്മൾ നോക്കും. അത്രത്തോളം ഭംഗിയുള്ളൊരു കവറായിരിക്കണം. കണ്ടൻറ്റ് നല്ലതായിരിക്കണം. കണ്ടൻറ്റ് മോശമായിട്ട് കവർ നന്നാക്കാനല്ല പറഞ്ഞത്, കവർ നല്ലതായിരിക്കണം. കവർ മാറ്റേഴ്സ്. പിന്നെ നിങ്ങളൊരു പുതിയ എഴുത്തുകാരനാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ബേസിക്സ് ഉണ്ടല്ലോ, ബുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിഷിംഗ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്കറിയാവുന്ന ഒത്തിരി എഴുത്തുകാർ, ഞാൻ ഉൾപ്പെടെ, ഇത് തുടങ്ങുന്ന സമയത്ത് എഴുതി തുടങ്ങുക അല്ലെങ്കിൽ നമ്മളൊരു മാനുസ്ക്രിപ്റ്റായിട്ട് പല ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് പൈസയുടെ പേരിലും പല കാര്യങ്ങളുടെ പേരിലും പറ്റിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ബേസിക്സ് അറിഞ്ഞു വെക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം പബ്ലിഷിങ്ങിനെ കുറിച്ചും പുതിയ എഴുത്തുകാരനെന്ന നിലയിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ബുക്ക് എങ്ങനെ പബ്ലിഷ് ചെയ്യാം, അതിലെ ഫസ്റ്റ് 10 സ്റ്റെപ്സിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണുക. ദാറ്റ് നമുക്ക് കുറച്ച് അവയർനെസ് ഉള്ളത് വളരെ വളരെ നല്ലതാണ്. കാരണം ആളുകൾ ചിലപ്പോൾ ഇതൊരു മണി ഏണിങ് ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പം നിങ്ങളുടെ ഒരു വർക്കിന് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് വെച്ചിട്ട് അതിന് മാർക്കറ്റ് ചെയ്യുക, ബാക്കി ഏരിയയിലെ ആൾക്കാർക്ക് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ അവരതിനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ മാത്രമുള്ളൊരു ബോധം, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ഈ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നതിൽ പലപ്പോഴും ആളുകൾക്ക് ഇതിലും എതിരഭിപ്രായം ഉണ്ടാകും. അതായത് നമ്മളൊരു എഴുത്തുകാരനെന്ന നിലയിൽ നമ്മൾ എന്തിനാണ് ബുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നത്? പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയണ്ടേ? അതുപോലത്തെ ഒരു കാര്യമാണിത്. ബുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയേണ്ടത് നിങ്ങളുടെ ഒരു ഓതർ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ നിങ്ങളുടെ പുസ്തകത്തിനെ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച്, നിങ്ങളുടെ പ്രൊഫൈൽ വാല്യൂ എങ്ങനെ മാറുന്നു, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അത് വേണ്ടെന്ന് വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ, ഇതുവരെയുള്ള എൻ്റെ ജേണിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ബേസിക്സ് എല്ലാ കാര്യത്തിലും, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇന്നവിറ്റബിൾ ആണ്, അത് ചെയ്യുക. പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയേണ്ട രണ്ട് വാക്കുകളാണ് ISBN കോപ്പിറൈറ്റും. ISBN കോപ്പിറൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ പബ്ലിഷിംഗ് സ്റ്റെപ്സിനകത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു വൺ ലൈൻ പറയാനാണെങ്കിൽ, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്പറാണ് ISBN, ഇൻ്റർനാഷണൽ ബുക്ക് സ്റ്റാൻഡേർഡ് നമ്പറാണത്. ആ നമ്പറാണ് നിങ്ങളെ ഒരു ലൈബ്രറിയിലെ കാറ്റലോഗിലോ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു ബാർകോഡ് നമ്പറില്ലേ, അതാണ് ഒരു 13 ഡിജിറ്റ് നമ്പറാണത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കണ്ടൻറ്റ് നിങ്ങളൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും മാർക്കെങ്കിലും അയച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഇപ്പോൾ ഒരു ബുക്ക് പബ്ലിഷിങ്ങിൻ്റെ മാറ്ററിലാവുമ്പം ഓട്ടോമാറ്റിക്കലി പബ്ലിഷറോ നിങ്ങളോ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കോപ്പിറൈറ്റ് എടുക്കും. അവർ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും. ഓൺലൈനിൽ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബുക്കിൻ്റെ കോപ്പി അയച്ചു കൊടുത്താൽ മതി. പക്ഷേ നിങ്ങളല്ലാതെ എഴുതുന്നൊരു വർക്കാണെങ്കിൽ പോലും, നിങ്ങളൊരു സ്ക്രിപ്റ്റിൻ്റെ പോർഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് എഴുതി, ലിറിക്സ് എഴുതി, നിങ്ങൾക്കത് കോപ്പിറൈറ്റ് ഇന്ത്യയിൽ കോപ്പിറൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒത്തിരി പൈറേറ്റഡ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയതാണെന്നുള്ളത് എന്ത് തെളിവാണ് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുക? നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് ഫോർജ് ചെയ്യപ്പെടുന്നില്ല എന്ന് നാളെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും, നിങ്ങൾ പബ്ലിഷ് ചെയ്താലും ഇല്ലെങ്കിലും കോപ്പിറൈറ്റ് ഇന്ത്യയിൽ പോയിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റൈറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യാനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്കൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഈ റീഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പം നമ്മളുടെയൊക്കെ പുതിയ എഴുത്തുകാരുടെ ഓരോരോ കമ്മ്യൂണിറ്റികളുണ്ട്. അതൊരു വലിയ സംഘടന അങ്ങനെ ആ ലെവലിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമായിരിക്കുക. അവിടുത്തെ പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ നിങ്ങളുടെ പബ്ലിഷിംഗ് മോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാലഞ്ചസിനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതായത് സെൽഫ് പബ്ലിഷിംഗ് ആണെങ്കിൽ നമ്മുടെ പണി കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ തന്നെ പ്രിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ISBN നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. കോപ്പിറൈറ്റ് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടി, നമ്മളെല്ലാം ഇതിനു വേണ്ടി കുത്തിപ്പിടിച്ചിരിക്കേണ്ടി വരും ലാപ്ടോപ്പും തുറന്നു വെച്ചിട്ട്. അപ്പോൾ അത് ടൈം ഡിമാൻഡ്
ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അത്രയും ചെയ്യാൻ വയ്യെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പബ്ലിക്കേഷൻസ് തന്നെ ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വെബ്സൈറ്റ്, മെയിൽ ID, ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, ഞാൻ സ്ക്രീനിലും കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ബുക്കിൻ്റെ പേജ് നമ്പറും കോപ്പീസിൻ്റെ നമ്പറും അനുസരിച്ചിൻ്റെ ബഡ്ജറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് എത്ര എന്നത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളല്ലാതെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കതിന് റവന്യൂ വേണമോ, അല്ലെങ്കിൽ എത്ര റവന്യൂ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഒരു 500 പേജുള്ള ബുക്ക് എഴുതിയാൽ ഒരുപക്ഷെ അത് 2 പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു തരാനോ സ്വന്തമായി മനസ്സിലാക്കാനോ ഉള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ബഡ്ജറ്റ് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. ലാസ്റ്റ് പറയാനുള്ളത്, ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ടായി കഴിഞ്ഞാൽ റിജക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക. എല്ലാ തരത്തിലുള്ള ഫീഡ്ബാക്സും നമുക്ക് വരും, ക്രിറ്റിസിസംസ് വരും, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും എല്ലാം വരും. എല്ലാം എടുക്കുക. നമ്മളതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷനോ ഏതെങ്കിലും വിഷയത്തിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സെൽഫ് പബ്ലിഷിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറി ആണെങ്കിലും റീച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.